നിങ്ങളെടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടിരിക്കും നിങ്ങളുടെ പ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, കോഴ്സസിനൊക്കെ ചേരുക. ഇനിയും ഡീറ്റെയിലായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ഇടുക. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിക്കുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് യൂട്യൂബിൽ വന്ന് ചോദിക്കാനും കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റിപ്ലൈസ് കൊടുക്കാറില്ല, നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് സയൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഷോർട്ട് ടേം ആൻഡ് ഹൈ സാലറി ആയിട്ട് വരുന്ന കോഴ്സസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ കോഴ്സ് അന്വേഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 10ഓളം കോഴ്സസാണ് ഇന്ന് ഞാൻ സോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, കോഴ്സിലോട്ട് പോവാം കേട്ടോ. ഇതിപ്പോൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്ന് ഇനി എന്ത് ചെയ്യണം, ഷോർട്ട് ടേം ആയിട്ട് കോഴ്സസ് അന്വേഷിക്കുന്ന ആൾക്കാർക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ കംപ്ലീറ്റ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പഠിച്ച കോഴ്സായിട്ടുള്ള മെഡിക്കൽ കോഡിംഗ് ആണ്. ഒരുവിധം എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എന്നാലും മെഡിക്കൽ റിലേറ്റഡ് ആയ കാര്യം ഇൻക്ലൂഡ് ആക്കിയെന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് വരുന്ന മെഡിക്കൽ കോഡിംഗ് ആണ്. തീർച്ചയായിട്ടും ഒരു 3 months അല്ലെങ്കിൽ 6 months ആണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ജോബ് റോൾ എന്ന് പറയുന്നത് മെഡിക്കൽ കോഡറാണ്. മെഡിക്കൽ കോഡിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പ്രീവിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കാട്ടിയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഒരു സാലറി വരുന്നത് ഒരു 15,000 അല്ലെങ്കിൽ 40,000 ആണ് വരുന്നത് കേട്ടോ. എക്സ്പീരിയൻസ് കൂടുന്തോറും നല്ല സാലറി പാക്കേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പോപ്പുലർ ആയിട്ട് വരുന്നത് USA, അതുപോലെ UAE-ലൊക്കെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലാണ് ഈ ഒരു ജോബിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. കൊമേഴ്സും അതുപോലെ തന്നെ സയൻസ് ഗ്രാജുവേറ്റിനും നല്ല ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കോഴ്സാണ് മെഡിക്കൽ കോഡിങ്. ഓക്കെ, അതിൻ്റെ CPC പോലുള്ള സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പ്രീവിയസ് ആയിട്ട് വരുന്ന വീഡിയോ നിങ്ങൾ കാണുക കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നതാണ് സർട്ടിഫൈഡ് മെഡിക്കൽ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ ഒരു വാക്കൻസി പറഞ്ഞ വാക്കൻസി വരുന്ന കേട്ടോ കോഴ്സ്. ഇത് വരുന്നത് 3 months അല്ലെങ്കിൽ 6 months ആയിട്ട് വരുന്നൊരു കോഴ്സാണ്. ജോബ് റോൾ എന്ന് പറയുന്നത് ട്രാൻസ്ക്രൈബ് ഡോക്ടേഴ്സ് ഓഡിയോ നോട്ട്സ് ആണ് വരുന്നത് കേട്ടോ. ഒരു ഫ്രഷർക്ക് വരുന്ന സാലറി പാക്കേജ് പറയുന്നത് ഒരു 12,000 രൂപയാണ്. നമ്മുടെ നാട്ടിലത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. 35,000 വരുന്നുണ്ട്. നമുക്കൊരു വർക്ക് ഫ്രം ഹോം ആയിട്ട് വരുന്ന ജോബുകളിൽ കൂടുതലും ഈ ഒരു കാറ്റഗറി നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ലൊരു കോഴ്സാണ്. പുറത്തൊക്കെ നല്ല സാലറി പാക്കേജ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ലാംഗ്വേജ് ഒക്കെ അറിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആവും കേട്ടോ. നമ്മൾ US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസിലൊക്കെ ഒരു മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ജോബ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു പാക്കേജാണ് നിങ്ങൾക്ക് കിട്ടുക. നല്ല പാക്കേജ് വരുന്നുണ്ട് കേട്ടോ. ചെന്നൈയിൽ ഒരു ഫ്രണ്ട് ഫ്രഷറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആൾക്ക് 28,000 രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എന്താ പറയുക ഫ്ലുവൻസി ആൾക്ക് ഉണ്ടായിരുന്നു ഇംഗ്ലീഷിലൊക്കെ. അപ്പോൾ ഡോക്ടറിൻ്റെ ഓഡിയോ നോട്ട് കേട്ടിട്ട് ആളെന്ത് ചെയ്യണം, ലൈവായിട്ട് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യണം. അതാണ് ആളുടെ ജോബ് വരുന്നത് കേട്ടോ. നല്ലൊരു കോഴ്സ് ആണ് കേട്ടോ. കാരണം എനിക്ക് ഇത് പഠിച്ചിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം, ജോബ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അറിയാം. നമ്മളെ ഒരു ഫീൽഡ് റിലേറ്റഡ് ആയിട്ട് വരുന്നത് കാരണം എനിക്ക് അറിയാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഒരു 1 year താഴെ വരുന്ന കോഴ്സസാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ വരുന്നതാണ് തേർഡായിട്ട് വരുന്നതാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ അല്ലെങ്കിൽ EMT പറയുന്നത്. ഒരു 6 months ഡ്യൂറേഷനാണ് ഈ ഒരു കോഴ്സിൻ്റെ പറയുമ്പോൾ. ജോബ് റോൾ എന്ന് പറയുകയാണെങ്കിൽ പ്രൊവൈഡ് എമർജൻസി കെയർ ഇൻ ആംബുലൻസസ് ആൻഡ് ഹോസ്പിറ്റൽസ് കേട്ടോ. സാലറി പറയുന്നത് ഒരു 20 അല്ലെങ്കിൽ ഒരു 60,000 ആണ് വരുന്നത്. ഓക്കെ, ഹൈ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു വാക്കൻസീസും കാര്യങ്ങളൊക്കെ വരുന്നത് ഗൾഫ് കൺട്രീസിലാണ് വരുന്നത് എന്നൊരു പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, 4th വണ്ണായിട്ട് വരുന്ന നമ്മുടെ കോഴ്സാണ് ഫ്ലബറ്റമി എന്ന് പറയുന്നത് കേട്ടോ. അതായത് സർട്ടിഫിക്കറ്റ് ഇൻ ഫ്ലബറ്റമി ടെക്നീഷ്യൻ എന്ന് പറയുന്നൊരു കോഴ്സാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 അല്ലെങ്കിൽ 6 months ആണ് വരുന്നത് കേട്ടോ. ജോബ് റോൾ എന്ന് പറയുന്നത് കളക്ട് ബ്ലഡ് സാമ്പിൾസ് ഫോർ ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഒരു
പ്രോസസ്സാണ് ഈ ഒരു ജോബ് ചെയ്യുന്നത്. ഓക്കെ, സാലറി ഒരു 15,000 40,000 ആണ് നമ്മുടെ നാട്ടിലും കാര്യങ്ങളൊക്കെ വരുന്നത്. വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് ലാബ്, ഹോസ്പിറ്റൽ, ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സിലൊക്കെ ഈ ഒരു ജോബ് വരുന്നുണ്ട് കേട്ടോ. 5th വൺ എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി, DMLT എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിട്ട് വരുന്നൊരു കോഴ്സാണ്. 6 months അല്ലെങ്കിൽ 1 year താഴെയാണ് ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ജോബ് റോൾ എന്ന് പറയുന്നത് ലാബ് അസിസ്റ്റൻറ്റ് ടെക്നോളജിസ്റ്റ് ആണ് ഇതിൻ്റെ ഒരു ജോബ് റോൾ വരുന്നത്. സാലറി 15,000 50,000 രൂപയ്ക്കാണ് വരുന്നത്. ഈ 15,000 എന്നൊക്കെ പറയുന്നത് ഒരു ബേസിക് ആയിട്ട് വരുന്നതാണ് കേട്ടോ. പിന്നെ വരുന്ന ഒരു കോഴ്സാണ് സർട്ടിഫിക്കറ്റ് ഇൻ റേഡിയോളജി ടെക്നീഷ്യൻ എന്നൊക്കെ കേട്ടോ. ഈ ഒരു കോഴ്സ് പുറത്ത് മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ ജോലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആക്കിയിട്ട് പുറത്ത് പോവുകയാണ് ഏറ്റവും നല്ല കാര്യം കേട്ടോ. നല്ല സാലറി പാക്കേജ് വരുന്നൊരു കാര്യമാണത്. കാരണം നമുക്ക് നാട്ടിലൊക്കെ ഭയങ്കര സാലറി കുറവാണ്, പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ നല്ല പാക്കേജ് ഉണ്ട് മെഡിക്കൽ ഫീൽഡിലൊക്കെ. ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ പറയുന്നത് 1 year താഴെയാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ജോബ് റോൾ എന്ന് പറയുമ്പോൾ എക്സ്റേ സ്കാൻ ടെക്നീഷ്യനൊക്കെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു കോഴ്സ് പഠിച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് കിട്ടുന്നത് കേട്ടോ. 25,000 80,000 ഒക്കെയാണ് ഈ ഒരു പാക്കേജ് വരുന്നത്. എക്സ്പീരിയൻസ് ബേസിലാണ് ഇതിൻ്റെ പാക്കേജസ് കൂടുക എന്ന് സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 7th വൺ എന്ന് പറയുന്നത് ക്ലിനിക്കൽ റിസർച്ച് അസോസിയേറ്റ്, അതായത് CRA എന്ന് പറയുന്നൊരു കോഴ്സാണ് കേട്ടോ. ഡ്യൂറേഷൻ പറയുന്നത് 6 months താഴെയാണ് വരുന്നത്. ഓക്കെ, ജോബ് റോൾ എന്ന് പറയുന്നത് ഡാറ്റ മാനേജ്മെൻറ്റിലൊക്കെ ഈ ഒരു എന്താ പറയുക ജോബ് റോൾ വരുന്നത്. 20,000 70,000 ഒക്കെയാണ് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സാലറി വരുന്നത് കേട്ടോ. ബെസ്റ്റ് ഫോർ സയൻസ് ഫാർമ ഗ്രാജുവേറ്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് 8th വൺ ആണ് സർട്ടിഫൈഡ് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് CNA. ഡ്യൂറേഷൻ പറഞ്ഞ് 6 months താഴെയാണ് വരുന്നത് കേട്ടോ. ജോബ് റോള് പറയുന്നത് സപ്പോർട്ട് നഴ്സസ് ഡോക്ടേഴ്സ് ആണ് വരുന്നത്. 15,000 40,000 ഒക്കെയാണ് ഇതിൻ്റെ പാക്കേജ് വരുന്നത് കേട്ടോ. ഹൈ ഡിമാൻഡഡ് ഇൻ കാനഡ, UK, ജർമ്മനി, UAE ഒക്കെയാണ് പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ സർട്ടിഫിക്കറ്റ് ഇൻ മെഡിക്കൽ ബില്ലിംഗ് ആണ് വരുന്നത് കേട്ടോ. അത് പിന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് മെഡിക്കൽ ബില്ലിംഗ്. നല്ല സുഖമുള്ളൊരു കോഴ്സാണ്, പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല. നല്ല പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് വർക്ക് ചെയ്യുന്ന സമയത്ത്. അത്യാവശ്യം നല്ല പാക്കേജ് വരുന്നുണ്ട്. 15-18 ഒക്കെയാണ് തുടക്കത്തിൽ കിട്ടുക സാലറി. പിന്നെ നമുക്ക് വർക്ക് എക്സ്പീരിയൻസിനനുസരിച്ച് നല്ല പാക്കേജ് കിട്ടും. വർക്ക് ഫ്രം ഹോം ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു വർക്കിനെ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മുടെ ഒരു തീരുമാനമാണ് വർക്ക് ഫ്രം ഹോം എടുക്കണമെന്നൊക്കെ. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക. ഓക്കെ, അതുപോലെ തന്നെ എബ്രോഡ് നല്ല പാക്കേജസും കിട്ടുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് വൺ അതായത് 10th വൺ ഡെൻ്റൽ അസിസ്റ്റൻറ്റ് കോഴ്സാണ്. 6 months ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ജോബ് റോൾ വരുന്നത് അസിസ്റ്റൻറ്റ് ഡെൻറ്റിസ്റ്റ് ഇൻ പ്രൊസീജിയേഴ്സ് ആണ് വരുന്നത് കേട്ടോ. സാലറി 20,000 അല്ലെങ്കിൽ 50,000 ഒക്കെയാണ് സാലറി പാക്കേജ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഷോർട്ട് ടൈം കോഴ്സസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിനെക്കാട്ടി ഉപരി നിങ്ങളെടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടിരിക്കും നിങ്ങളുടെ പ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, കോഴ്സസിനൊക്കെ ചേരുക. ഇനിയും ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ഇടുക. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിക്കുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് യൂട്യൂബിൽ വന്ന് ചോദിക്കാനും കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റിപ്ലൈസ് കൊടുക്കാറില്ല, നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്.